Kitchen Magic. Align Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ilekku swagatham. Arabian Kitchen Magic. നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന ഒരുപാട് വിഭവങ്ങളുണ്ടെങ്കിലും നമ്മളുടെ നാടൻ വിഭവങ്ങളൊക്കെ ആണെങ്കിലും നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ തരുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ രുചിഭേദങ്ങളെല്ലാം സ്വാദ് നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എവിടെയെങ്കിലും പുതുമയുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തേടിപ്പിടിച്ച് അത് കഴിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് ഒരു നാടൻ കേരള വിഭവം അല്ലെങ്കിൽ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ വിഭവം ആകാം. അതും അല്ലെങ്കിൽ പിന്നെ ഒരു ചോയ്സ് എന്താണ്, എപ്പോഴും ചൈനീസ് തന്നെയാണ്. ചൈനീസ് റൗണ്ടാണ് നമ്മളുടെ മത്സരാർത്ഥികൾ. അറേബ്യൻ കിച്ചൺ മാജിക്കിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട്. ഇതിൽ ചൈനീസ് വിഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചൈനീസ് ഡിഷസ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടട്ടെ. പിന്നെ ചൈനീസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മാത്രമല്ല, ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചൈനയിൽ തന്നെ ഡിഫറെൻറ്റ് റീജിയൻസ്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് പല ഭാഗങ്ങളിൽ പോയാൽ പല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പല ടൈപ്പ് ഓഫ് വിഭവങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ ചൈന എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വാസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ ചൈനീസ് വിഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. അതിൻ്റെ ഓരോ ഏരിയയിലും അതിൻ്റെതായ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, അതിൻ്റെ പ്രത്യേകതകളുള്ള. ഇപ്പോൾ സേഷ്വാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഏരിയയിൽ വരുന്ന ഒരു ഐറ്റം മാത്രമാണ്. അങ്ങനെ ഇപ്പോൾ പീക്കിംഗ് ആണെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം. അങ്ങനെ എല്ലാ ഭാഗത്തും ചില ഭാഗങ്ങളിൽ നല്ല എരിവുള്ള സ്പൈസി ഡിഷസ്, ചില ഭാഗത്ത് അത്രയും സ്പൈസി അല്ലാത്ത വിഭവങ്ങൾ. അപ്പോൾ എന്തായാലും വെറൈറ്റീസ് ധാരാളം ചൈനീസ് കുക്കിങ്ങിലും ഉണ്ട്. ഫാസ്റ്റ് കുക്കിംഗ് ആണ്. എന്തായാലും നമ്മളുടെ മത്സരാർത്ഥികൾ തയ്യാറെടുത്ത് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങൾ കാണുക, ആസ്വദിക്കും. ഹായ്, അങ്ങനെ ഞാനിപ്പോൾ സെമി ഫൈനൽസിലേക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. സെമി ഫൈനൽസ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ചൈനീസാണ്. ചൈനീസ് എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ബേസിക്കലി ഒരു മീലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ 2 കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഒരു 1 pot ചിക്കൻ റൈസ്. ബേസിക്കലി ഒരു പോട്ടിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്ന റൈസാണ്. ചിക്കനും മഷ്റൂംസും വെജിറ്റബിൾസും എല്ലാം ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ഹൈനാൻ എന്ന് പറയുന്ന ചൈനയിലൊരു സ്ഥലമാണ്. അപ്പോൾ ഹൈനാനിലൊക്കെ സ്ട്രീറ്റ് ഫുഡായിട്ടും ഒക്കെ കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യുകയും എന്നാൽ നല്ല ഫ്ലേവർഫുള്ളാണ്. അത്യാവശ്യം സ്പൈസിയുമാണ്. അങ്ങനെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്ന ഒരു റൈസാണ്. ചിക്കൻ സ്റ്റോക്കിനകത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്, വെള്ളത്തിനെക്കാട്ടിലും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓറഞ്ച് ചിക്കനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് ചിക്കൻ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഹണി ഓറഞ്ച് ചിക്കൻ. അപ്പം ഒരു സ്വീറ്റ് ബേസുള്ള എന്നാൽ ഒരു ടാങ്കിനെസ് ഉള്ള, അതിൻ്റെ പുളിയും മധുരവും എല്ലാം കൂടെ മിക്സായി വരുന്ന ഒരു ഫ്ലേവറാണ്. അപ്പം കുറച്ച് ഡ്രൈ ആണത്, ഗ്രേവിയല്ല. അപ്പം അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ജൂലിയനായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും അതിനകത്തോട്ട് വരും. അപ്പോൾ ഇത് സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. ക്യാരറ്റ്സ് ഇടുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്. ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ്, ഒരുപാട് തീരെ ചെറുതല്ല, എന്നാൽ ക്യൂബ് സൈസല്ല, കുറച്ചും കൂടെ ഒരു ചെറിയ ഫോം. ഉള്ളി ഞാൻ ഡൈസ് ചെയ്തതാണിത്. ഉപ്പ് വേണമെങ്കിൽ ഇടാനായിട്ട്. മഷ്റൂംസ്, ഇത് ചില്ലി ഫ്ലേക്സ് ആണ്, അതാണ് എരിവ് തരുന്നത്. റൈസ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബസ്മതിയാണ്. പക്ഷെ നമുക്ക് ജാസ്മിൻ റൈസ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, അത് കുറച്ചുകൂടെ ഫ്രാഗ്രൻ്റ് ആണ്. സെസമി ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് സോയ സോസ്, ലൈറ്റ് സോയ സോസ്, ഓയിസ്റ്റർ സോസ്. അപ്പോൾ ബേസിക്കലി ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പക്ഷേ നല്ല ഫ്ലേവർ തരുന്ന ഒരു സാധനം. ചിക്കൻ സ്റ്റോക്കും ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യും. ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ ചിക്കൻ്റെ ബോൺസ് പീസസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സെലറി, കൊറിയാൻഡർ ലീവ്സ്, ക്യാരറ്റ്സ്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഞാൻ നല്ലപോലെ തിളപ്പിച്ച് അത് കുറുക്കി എടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ആ സ്റ്റോക്കും കൂടെ ഇട്ടാണ് ഞാൻ ഈ റൈസ് വേവിക്കാൻ പോകുന്നത്. നമുക്ക് ചെയ്യാം. ഞാനിതിൽ സെസമി ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒരു 2 ടീസ്പൂണോളം ഇട്ടു. ഇനി അതിലേക്ക് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. അപ്പോൾ നമ്മളിവിടെ വെളുത്തുള്ളി ഇട്ടു, ജിഞ്ചർ ജൂലിയനായിട്ട് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോട്ടായി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇടാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ ശരിക്കും ചിക്കനിലേക്ക് ഒന്ന് ആദ്യം വരാൻ വേണ്ടി നമ്മൾ ചിക്കൻ ആദ്യം തന്നെ ഇടുന്നത്.
അപ്പോൾ ഇതിൽ ചിക്കൻ്റെ ഫ്ലേവേഴ്സും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്. ഒന്ന് കുക്കായി അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ലൈറ്റ് സോയ സോസ് ഒഴിക്കാൻ പോകാം. ഇതിലേക്ക് കുറച്ച് ഡാർക്ക് സോയ സോസ്, വളരെ കുറച്ച് മതി. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിസ്റ്റർ സോസും കൂടെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ഞാനിതിലേക്ക് ഇതൊന്ന് ചിക്കനും അതെല്ലാം കൂടെ മിക്സായി. ഇനി ഞാനിതിലേക്ക് മഷ്റൂം ഇടാൻ പോവാണ്. കുറച്ച് മഷ്റൂം, കുറച്ച് ക്യാരറ്റ്സും കുറച്ച് ഉള്ളി, അതും ഞാൻ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് റൈസ് ഇടാൻ പോവാണ്. റൈസ് ഒന്ന് നല്ലപോലെ ആ സോസിനകത്ത് കിടന്നൊന്ന് ഒത്തിരി ആവേണ്ട, കാരണം നമ്മളത് പിന്നെ വേവാനും ബുദ്ധിമുട്ടാകും, ഹാർഡായിട്ട് തന്നെ നിൽക്കും. അപ്പം ജസ്റ്റ് ആ ഫ്ലേവേഴ്സ് ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മളിതിന് വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ചിക്കൻ സ്റ്റോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് കോൺസെൻട്രേറ്റഡ് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കനും മഷ്റൂമും വെജിറ്റബിൾസും എല്ലാം ഇട്ടു. ഞാൻ ചിക്കൻ സ്റ്റോക്കും ഒഴിച്ചു, റൈസും ഇട്ടു. ഞാൻ ഇനി അത് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. അതിനി ഇതാണ് ഒരു 1 പോട്ട് റൈസ്. അപ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെ നമ്മളെല്ലാം ചെയ്തു, ഒരുമിച്ച് തന്നെ ചെയ്യുന്ന സെപ്പറേഷൻ ഒന്നുമില്ല. ഇനി എല്ലാം ഒരുമിച്ച് കിടന്ന് അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ഒരുമിച്ച് ഇറങ്ങി അത് നല്ല കുക്കായി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഓറഞ്ച് ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സെസമി ഓയിൽ ഒഴിക്കാം. ചൈനീസിൽ കൂടുതലും നമ്മൾ പീനട്ട് ഓയിൽസോ അല്ലെങ്കിൽ സെസമി ഓയിൽസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് സ്കിന്നിനും അവർ കൂടുതലും വളരെ കോൺഷ്യസും ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും, അവർ ആ ഫ്ലേവേഴ്സാണ് അവർ താല്പര്യപ്പെടുന്നത്, നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ആ സെസമി ഓയിൽ തന്നെയാണ് ഞാൻ ഇതിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ, അതായത് ഓറഞ്ചിൻ്റെ സെസ്റ്റ്, തൊലിയുടെ മോൾ ഭാഗത്തുള്ള ഓറഞ്ച് കളറുള്ള കളറില്ലാതെ, അതിൻ്റെ ഉള്ളിലെ വെള്ള തൊണ്ടില്ലാതെ ഓറഞ്ചിൻ്റെ മുകളിലത്തെ ഓറഞ്ച് ഷെല്ല് മാത്രം നമ്മളൊന്ന് ചെയ്യെടുത്തിരിക്കുകയാണ്. ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയും. ഞാൻ ആ സെസ്റ്റാണ് ഇപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. വളരെ ഒരു നുള്ള് റെഡ് ചില്ലി ഫ്ലേക്സും ആ ഒരു ഇതിന് വേണ്ടി മാത്രം, ടാങ്കിനെസ്സിനൊന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്പൈസിന് വേണ്ടി മാത്രം ഒന്നിട്ടു. ലൈറ്റ് സോയ സോസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ മെയിൻ സാധനം ഓറഞ്ച് ജ്യൂസ് ഞാൻ ഒഴിക്കാൻ പോകുന്നു. ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. ഞാൻ അതിലേക്ക് സോയ സോസ് ഒഴിച്ചു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്കാണ് ഒഴിക്കുന്നത്. ഒരു 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക്. ചിക്കൻ സ്റ്റോക്ക് ശരിക്കും നമുക്ക് നല്ല ഫ്ലേവർ വരുന്ന ഒരു സാധനം. അപ്പോൾ ഇതിലെല്ലാം ഇടുമ്പം ശരിക്കും പെട്ടെന്ന് ഫ്ലേവേഴ്സ് എല്ലാം മിക്സ് ആവും നല്ലപോലെ. ചിക്കൻ സ്റ്റോക്കും ഇട്ടു. ഇനി ഞാൻ കുറച്ച് ഹണി, ഇതൊരു ഹണി ഓറഞ്ച് ചിക്കൻ അല്ലേ, നമുക്ക് ഷുഗറും ആഡ് ചെയ്യാം ഇതിന് പകരം. ഞാൻ വെറുതെ ഓറഞ്ച് ചിക്കൻ എന്ന് വിളിക്കാം. അപ്പം ഞാൻ ഹണിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഷുഗറിനെക്കാട്ടിലും ഹണിയുടെ ഫ്ലേവർ വരുമ്പോഴാണ് അതിന് ടേസ്റ്റ്. ഇതിൽ നമുക്കൊരു നുള്ള് എള്ള്, വെളുത്ത എള്ള്, സെസമി നമുക്ക് ആഡ് ചെയ്യാം. ഞാനിത് കുക്കായെന്ന് നമുക്ക് നോക്കാം. റൈസ് നല്ല കുക്കായി ആക്ച്വലി. ഒരുപാടങ്ങ് വേവില്ല, കാരണം നമ്മൾ സോസസിനകത്തിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ബിരിയാണിയുടെ റൈസ് പോലെ അങ്ങനെയൊന്നും വേവില്ല, അതിൻ്റെ വേവ് ആവശ്യമില്ല. കുറച്ചൊരു ഡ്രൈ ആയിട്ട് മതി. അല്പം ഗ്രീസി ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ ഇടാം. ചിക്കൻ ബൈറ്റ് സൈസ് പീസസ് ആണ്, ഒത്തിരി വലിപ്പം വേണ്ട, എന്നാൽ അധികം ചെറുതുമല്ല. ഇനി അതിലേക്ക് കുറച്ചുപ്പും പെപ്പർ അത്യാവശ്യം ഇടുക. ഇതിപ്പോൾ ഞാൻ കോൺഫ്ലോറും മൈദയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. ആ മിക്സ്ചറാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത്. കൂടുതൽ കോൺഫ്ലോറും വളരെ കുറച്ച് മൈദ. അതിലേക്ക് കുറച്ച് മുട്ടയുടെ വെള്ള, വളരെ കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് ബൈൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഈ എണ്ണ ചൂടായിരിക്കുന്നതിലേക്ക് നമുക്ക് ചിക്കന് വറുത്തെടുക്കാം. നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗണായി നമുക്കിത് വറുത്ത് പോരാം. ഇതൊരു പോപ്കോൺ, ചിക്കൻ പോപ്കോണൊക്കെ കഴിക്കുന്ന ഒരു പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ സോസിനോട് മിക്സ് ചെയ്യുമ്പോഴാണത് നല്ല കോട്ടഡായി വരുന്നത്.
ഇതേ കളറിലാണ് ഇനി വറുത്തിറക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ എടുക്കാം. ഹായ് ശരണ്യ, പാട്ടൊക്കെ പാടിയാണോ കുക്ക് ചെയ്യുന്നത്? അല്ല അല്ല അല്ല, അത്ര റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? വീട്ടിലുള്ളപ്പോൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്, ഇന്നിപ്പോൾ അത്രയും റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ചൈനീസ് കുക്കിങ്ങിനെ കുറിച്ച് പൊതുവെ കംഫർട്ടബിൾ ആണോ? എനിക്ക് ചൈനീസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റെസ്റ്റോറൻറ്റ്സൊക്കെ പോയി കഴിക്കുമ്പോൾ കൂടുതൽ ഞാൻ ചൈനീസാണ് കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് താല്പര്യം ഉള്ളത് കൊണ്ട് കൂടുതൽ ഉണ്ടാക്കിയ ഒരു ശീലം ഉണ്ടാവുമല്ലോ അല്ലേ? വീട്ടിലങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ വല്ലപ്പോഴേ ഉള്ളൂ. പേരൻസിനൊന്നും അങ്ങനെ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട്. ശരണ്യയുടെ പേരൻസ് കൂടെയാണോ താമസിക്കുന്നത്? ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. എൻ്റെ പേരൻസ് ഇവിടെ തന്നെ. അപ്പോൾ എന്താണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ തുടങ്ങി കഴിഞ്ഞു, ചിക്കനൊക്കെ വറുത്ത് തുടങ്ങി വറുത്തോണ്ടിരിക്കുക. ഇന്ന് ആക്ച്വലി ഹണി ആൻഡ് ഓറഞ്ച് ചിക്കൻ ആണ്. ഹണി ആൻഡ് ഓറഞ്ച് ഡ്രൈ. പിന്നെ മെയിൻ ആയിട്ട് ഒരു 1 pot ചിക്കൻ റൈസ്. 1 pot ചിക്കൻ റൈസ്. ചിക്കൻ റൈസ് സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡാണ്. ഹൈനാൻ ചൈനയിലെ സ്ട്രീറ്റ് ഫുഡ്. സിമ്പിൾ ആണ്, അങ്ങനെ ഒരുപാട് ഇതെല്ലാം ചെറിയ സ്പൈസി. ബട്ട് അതിൽ ഇതെന്ന് വെച്ചാൽ ഫുൾ ചിക്കൻ സ്റ്റോക്കിലാണ് ആ റൈസ് ഫുള്ള് നമ്മൾ വേവിക്കുന്നത്. വാട്ടറിലല്ല, ചിക്കൻ സ്റ്റോക്കിൽ തന്നെയാണ് വറ്റിച്ചാണോ എടുക്കുന്നത്? വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഗ്രീസിയാണ്, പക്ഷെ ആ ഫ്ലേവേഴ്സ് ഫുള്ള് നിൽക്കുന്ന ഒരു റൈസ്. ഒരു നോർമൽ സ്റ്റൈൽ അല്ല നമ്മൾ കാണുന്ന ഫ്രൈഡ് റൈസ്, റെസ്റ്റോറൻറ്റ് കാണുന്ന ഒരു ഫ്രൈഡ് റൈസ് അല്ല. ഇറ്റ്സ് ടിപ്പിക്കൽ ഒരു ചൈനീസ് സ്ട്രീറ്റ് ഫുഡ്. അതെ അതെ അതെ, കുറച്ച് ഗ്രെയിനി ആയിട്ട് തന്നെ ആയിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കുക്ക് അല്ലാത്ത പോലെ. ഓക്കെ, തുടങ്ങിക്കോളൂ. താങ്ക് യു. ശരി, ഞാനിപ്പോൾ റൈസിനി ഞാനിതൊരു പോട്ടിലേക്ക് മാറ്റാണ്, ഒരു ചൈനീസ് പോട്ടിലേക്ക്. നമുക്ക് നല്ല ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ്, പക്ഷേ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അത്രയും ഫ്ലേവർ ഫീൽ ചെയ്യില്ല. നല്ല ചൂടായിട്ട് തന്നെ വേണം ഇത് സെർവ് ചെയ്യാൻ. ഇപ്പം ഞാനിത് റൈസ് ഞാനൊരു പോട്ടിലേക്ക്, ചൈനീസ് പോട്ടിലേക്ക് മാറ്റി ഞാനത് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് സെർവിങ് ടൈമിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതങ്ങ് ഓഫ് ചെയ്യാം. ചൂട് അതുപോലെ ഇരിക്കും. ഇപ്പം ഇത് ഞാൻ വറുത്തോണ്ടിരുന്ന ചിക്കൻ തന്നെ അതേപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്നിരുന്ന് നല്ലപോലെ സിസിൽ ചെയ്തോളും ആ ചൂടെണ്ണയിൽ തന്നെ. ഞാനത് കോരി മാറ്റുന്നില്ല. കോരി മാറ്റുന്ന ഉടനെ തന്നെ ഞാനത് സോസിലേക്ക് ഇടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് അതേപോലെ വെച്ചിരിക്കുക. പക്ഷേ അതിന് സിസിലിങ് മാറിയ ഉടനെ നമ്മളതെടുത്ത് സോസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അത് സോഗിയായി പോകും. ഒന്ന് ചൂടായിട്ടിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സോസ് ഇവിടെ ഒന്ന്. ഓക്കെ ശരണ്യ, തിരക്കിലാണോ? അതെ അതെ, 1 pot ചിക്കൻ. അതെ, 1 pot ചിക്കൻ. 1 pot ചിക്കൻ ഇങ്ങനെ തിരക്ക് പിടിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കണ്ടിട്ട് നല്ലൊരു സ്പൈസി നല്ലൊരു ഐറ്റം പോലെ തോന്നുന്നു കണ്ടിട്ട്. ചിക്കൻ്റെയും ലാസ്റ്റ് സ്റ്റേജിലാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇനി അധികം സമയമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പ്ലേറ്റിങ് തുടങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഇനി അപ്പോൾ നമുക്ക് ഈ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് മാറ്റാം. നല്ലപോലെ ഡ്രെയിൻ ചെയ്തിട്ട് ഇത് സോസിലേക്ക് മാറ്റാം. ശരിക്കും ചിക്കൻ പോപ്കോണൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. സോസ് നല്ലപോലെ കോട്ട് ചെയ്യും. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ മാത്രമേ നമ്മൾ ഈ ചിക്കൻ കോരിയെടുത്ത് സോസിലേക്ക് ഇടാവൂ. കാരണം എന്തെങ്കിലും ഇത് കഴിക്കുമ്പോൾ അതുപോലെ നല്ല സോസി ആയിട്ട് കോട്ട് ചെയ്ത് ചിക്കൻ നല്ല ഫ്രഷായിട്ടിരിക്കുള്ളൂ. ചിക്കനൊക്കെ വറുത്ത് കോരി ഇട്ടു. ഇനി ഇത് സോസ് സിസിൽ ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് കോൺഫ്ലോറും കൂടെ അതിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കണ്ടപ്പോൾ നല്ല കോട്ടായി. ഇതാണ് എൻ്റെ ഓറഞ്ച് ചിക്കൻ. ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു, വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു നൂഡിൽസ് വെച്ചിട്ടൊന്ന് നൂഡിൽസ് ഒരു ഈ ഷേപ്പിലാക്കി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാൻ അതിലേക്കാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്, ഒരു വൈറ്റ് പ്ലേറ്റിൽ. അപ്പം നമ്മുടെ ഡിഷസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ജഡ്ജ്മെൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഞാനൊരു നൂഡിൽ ബൗളിനകത്താണ് സെർവ് ചെയ്തിരിക്കുന്ന, ഒരു വെള്ള ബൗളിൽ, ഒരു വെള്ള പ്ലേറ്റിൽ. ഇത് ഞാനൊരു ചൈനീസ് പോട്ടിൽ തന്നെയാണ് റൈസ് സെർവ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, കാരണം ഞാൻ വിചാരിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചൈനീസ് റൗണ്ടാണ്. എനിക്ക് സെമി ഫൈനലിലേക്ക് കയറാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ചൈനീസായിട്ട് ചെയ്യാൻ പോകുന്നത് ചില്ലി ചിക്കൻ
ഒരു വെജിറ്റബിൾ ആൻഡ് ചിക്കൻ നൂഡിൽസാണ്. അത് ആദ്യമായി ചിക്കൻ ബ്രസ്റ്റ് പീസ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, കോൺഫ്ലോർ, കുറച്ച് മൈദ, കുരുമുളക്, ഗാർലിക്, ഓയിൽ, സോയ സോസ്, പിന്നെ വെജിറ്റബിൾസാണ്. ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, ഓണിയൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്ക്, ഒരു മുട്ട. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഞാൻ ആദ്യം ചില്ലി ചിക്കനിൻ്റെ മാരിനേഷൻ തുടങ്ങുമ്പോഴാണ് അതിലേക്കൊരു മുട്ട, കുറച്ച് കോൺഫ്ലോർ, കുറച്ച് മൈദ, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സോയ സോസ്, ഹായ്. മിണ്ടാ പൂച്ച കലമടിക്കുന്ന തോന്നുന്നില്ല. പതുക്കെ മിണ്ടാണ്ട് നിന്ന് ഏതാ സെമി ഫൈനൽ റൗണ്ട് എത്തിയിരിക്കുകയാണ്. പക്ഷേ നല്ല പെർഫോമൻസ് ഇതുവരെ ഉള്ളത്. അപ്പോൾ ചൈനീസ് റൗണ്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചൈനീസ് വലിയ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാറില്ല. കൈപ്പുണ്യമുണ്ട്, ചെറുതായിട്ടുള്ള ചെയ്ത് നോക്കലുണ്ട്. പാർട്ടിയിലുണ്ടാകുമ്പോൾ നമ്മൾ അത്യാവശ്യം ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാനൊരു നൂഡിൽസും സാധാരണ നൂഡിൽസ്, സാധാരണ ചിക്കനും വെജിറ്റബിളെല്ലാം ഓക്കെ. നെക്സ്റ്റ് ഒരു ചില്ലി ചിക്കൻ. അവിടെയും വളരെ സേഫ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? കൂടുതൽ എക്സ്പെരിമെന്റ് ഒന്നും പോകുന്നില്ല. അപ്പൊ തുടങ്ങാൻ പോകല്ലേ? കട്ടിങ്. ഈ ചൈനീസ് കുക്കിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കട്ടിങ്ങിനാണ് സമയം എടുക്കുന്നത്. പക്ഷേ കുക്കിംഗ് ഈസ് സോ ഈസി, പെട്ടെന്ന് നിർത്തുന്നതാവും അല്ലേ? ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ആദ്യം വെള്ളത്തിൽ വേവിക്കാൻ പറ്റും. അതിനാവശ്യമായിട്ടുള്ളത് കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ചിക്കൻ സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞത്, ജിഞ്ചർ, ഗാർലിക്, സോയ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. ഇത് മൂന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ചില്ലി ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനാണെങ്കിൽ നൂഡിൽസ് ഞാൻ അരിപ്പയിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ ഒട്ടിപ്പിടിക്കുകയും ചില്ലി ചിക്കന് വേണ്ടി ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ ഞാൻ എണ്ണയിൽ നിന്ന് കോരി കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ക്രഷ് ചെയ്ത് ഗാർലിക്, ചെറുതായി ചോപ്പ് ചെയ്ത് ഗ്രീൻ ചില്ലി എന്നിട്ട് സോട്ട് ചെയ്യുക. സോട്ടായാൽ അണിയനും ക്യാപ്സിക്കും സോയ, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഇതിലേക്ക് കോൺഫ്ലോർ കലക്കുകയും ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. നമ്മുടെ ചില്ലി ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് തുടങ്ങണം. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നൂഡിൽസാണ്. വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. കുറച്ച് വെളുത്തുള്ളി, നൂഡിൽസിന് വേണ്ടി ചിക്കൻ വേവിക്കാനുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, സോയ സോസ്, വേവിച്ച ചിക്കൻ വെജിറ്റബിളിലേക്ക് മിക്സ്, സോയ സോസ്, പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി. നല്ലോണം സോട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ നൂഡിൽസ് വേവിച്ചിട്ട് വേവിച്ച നൂഡിൽസ് ഹലോ സഫീന. അപ്പോൾ എന്തായി? തീർന്നു
പരിപാടി അല്ലേ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഇനി പ്ലേറ്റിങ് തുടങ്ങണം. അപ്പൊ സന്തോഷമായോ? കറക്റ്റ് ആയിട്ടൊക്കെ വന്നോ ചില്ലി ചിക്കൻ? ഞാൻ വിചാരിച്ച അത്ര ആയിട്ടില്ല. ആണോ? അതങ്ങനെയല്ലേ പറയുള്ളൂ. നോക്കാം. എന്തായാലും നല്ലതായിട്ടൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ. ഉണ്ടാക്കിയതായ ഡിഷസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മാമിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളുടെ ചൈനീസ് റൗണ്ടിന്റെ ആദ്യത്തെ ടേസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ് നമ്മുടെ ശരണ്യയുടെ ചൈനീസ് 2 വിഭവങ്ങളാണ്. ഒരു മെയിൻ ആൻഡ് സൈഡ് ഡിഷ്. ശരണ്യ നല്ല പ്രസന്റേഷൻ. ഇറ്റ്സ് വെരി നൈസ്. ഇത് ഹണി ആൻഡ് ഓറഞ്ച് ചിക്കൻ ആൻഡ് ദിസ് ഇസ് എ സ്ട്രീറ്റ് ഫുഡ് ഓഫ് ചൈന. one pot chicken ഫ്രൈഡ് റൈസ്. അപ്പോൾ കറക്റ്റ് പ്രസന്റേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ടോ ശരണ്യ? കുറേയൊക്കെ ആയിട്ടുണ്ട്. ആണല്ലേ? എനിക്ക് അറിയേണ്ടത് ഇനിയിപ്പോൾ എൻ്റെ ഒരു ടെക്സ്ചർ, അതിൻ്റെ ടേസ്റ്റ്, കാര്യം നമ്മൾ ഈ സോസ് ഒക്കെ ചേർത്തിട്ടല്ലേ ചെയ്യുന്നത്? അതെ അതെ. ചൈനീസ്. അപ്പോൾ സോൾട്ട് കണ്ടന്റ് ഒക്കെ എത്രത്തോളം കൂടുതലാണോ കുറവാണോ, എത്ര സോസ് കൂടിയിട്ടുണ്ടോ ഇല്ല, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, നോക്കട്ടെ. മഷ്റൂംസ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? മഷ്റൂംസ് എല്ലാം പിന്നെ എന്തൊക്കെയാണ്? വലിയ പീസസ് ആയിട്ടാണ് ഇതിൽ കാണുന്ന രീതിയിൽ. അതെ. പിന്നെ എന്തൊക്കെയാണുള്ളത്? ചിക്കൻ ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്, ഓണിയൻസ് ഉണ്ട്, മഷ്റൂംസ്. ഫുൾ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ വേവിക്കുന്ന. അപ്പം സ്പൈസി അല്ലേ? നല്ല സ്പൈസി റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട്. അതിന്റെ എരിവ് ഇതിൽ ബാലൻസ് ആകും അല്ലേ? അതെ. കുറച്ച് സോയയും മധുരവും കൂടെ ഉള്ള. This is honey, orange. It's nice. രണ്ടിലും സിസേം സീഡ്സ് അല്ലേ? എള്ള് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സെസമി ഓയിലാണ് രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഗാർണിഷ്. ടിപ്പിക്കൽ ചൈനീസിലെ സെസമി ഓയിലാണ് ശരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. It's nice. Good presentation. Thank you. ഇനി നമ്മൾക്ക് സഫീനയുടെ ചൈനീസ് ഡിഷസ് ഒന്ന് സ്വാദ് നോക്കാം. സഫീന നൂഡിൽസ് ആൻഡ് ചില്ലി ചിക്കൻ. സഫീന ചിക്കൻ നൂഡിൽ ആൻഡ് ചില്ലി ചിക്കൻ. അപ്പോൾ ഈ ചില്ലി ചിക്കൻ കോട്ട് ചെയ്തിട്ടുള്ള ചില്ലി ചിക്കൻ അല്ല അല്ലേ? കോട്ട് ചെയ്തിട്ടുള്ളതാണോ? ആണോ? വറുത്തിട്ടുള്ളതാണോ? വറുത്തുള്ളതാണ്. നോക്കട്ടെ. നല്ല നൈസ്. കണ്ടാൽ വലിയൊരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സോട്ടിക് ആയിട്ട് തോന്നിയില്ലെങ്കിൽ പോലും ടേസ്റ്റ് വൈസ് ഇറ്റ്സ് ഗുഡ്. നൈസ്. അപ്പോൾ ഇന്നത്തെ റൗണ്ടിൽ നമ്മൾ കണ്ടത് സഫീനയുടെയും ശരണ്യയുടെയും ചൈനീസ് ഡിഷസ് ആണ്. അതിൽ ശരണ്യ ശരിക്കും ഒരു സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചൈനീസ് ഡിഷാണ്. ആ ഒരു ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കിയത്. അതിനോടൊപ്പം ഒരു ഹണി ഫ്ലേവേർഡ് ഒരു ചിക്കനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സഫീന ആണെങ്കിലോ വളരെ സിമ്പിൾ രീതിയിലാണ് ചെയ്യുന്നത്, പക്ഷെ വളരെ സ്വാദുള്ള ചില്ലി ചിക്കനും നൂഡിൽസും. അപ്പോൾ എല്ലാം തന്നെ നല്ല റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാം. നമ്മുടെ മത്സരം ഇന്നത്തെ അവസാനിക്കാൻ സമയമാകുന്നു. പക്ഷേ ചൈനീസ് റൗണ്ട് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചു വരും. അതുവരെ ഗുഡ് നൈറ്റ്.